തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് പുതിയൊരു പാതയ്ക്ക് കൂടി സാധ്യതയേറുന്നു. ദേശീയപാതയിൽ ചിറവക്കിറക്കത്തിൽ നിന്ന് തമ്പുരാൻ നഗർ വഴി ക്ഷേത്രത്തിന് സമീപത്തെത്തുന്ന റോഡ് വളവുകൾ നിവർത്തി വീതി കൂട്ടി സൗകര്യമൊരുക്കാൻ വാർഡ് കൗൺസിലർ പി ഗോപിനാഥ് നൽകിയ നിവേദനത്തെ തുടർന്ന് എം.വി. ഗോവിന്ദൻ എം.എൽ.എ. വിഷയം പൊതുമരാമത്ത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് പുതിയൊരു പാതയ്ക്കു കൂടി സാധ്യതയേറുകയാണ്. ഇതിന്റെ ഭാഗമായി ചിറവക്ക് ഇറക്കത്തിൽ നിന്ന് ആരംഭിച്ച് തമ്പുരാൻ നഗർ വഴി ഗസ്റ്റ് ഹൌസ് വരെ നീണ്ടുകിടക്കുന്ന വീതി കുറഞ്ഞതും ഹെയർപിൻ വളവോടുകൂടിയ റോഡ് എല്ലാ വാഹനങ്ങൾക്കും പോകത്തക്ക വിധം ഗതാഗതയോഗ്യമാക്കാനാണ് നീക്കം തുടങ്ങിയത്. വീതി കുറഞ്ഞ ഈ റോഡിലൂടെ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് നിലവിൽ കടന്നുപോകാൻ കഴിയില്ല. തമ്പുരാൻ നഗറിലെ ഹെയർപിൻ വളവ് കാരണം ചെറുവാഹനങ്ങൾ പോലും ബുദ്ധിമുട്ടിയാണ് കടന്നുപോകുന്നത്. ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലർ പി ഗോപിനാഥൻ സ്ഥലം എം.എൽ.എ. കൂടിയായ എം.വി. ഗോവിന്ദന് നിവേദനം നൽകിയിരുന്നു. എം.വി. ഗോവിന്ദൻ ഇക്കാര്യം പൊതുമരാമത്ത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. റോഡ് വീതി കൂട്ടുകയും ഹെയർപിൻ വളവ് ഒഴിവാക്കുകയും ചെയ്താൽ കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് എളുപ്പത്തിൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെത്താൻ കഴിയും. രാജരാജേശ്വര ക്ഷേത്രത്തിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പ് എം.എൽ.എ. ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. 1.5 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ റോഡിൻ്റെ റീടാറിങ്ങും മെക്കാഡം ടാറിങ് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒക്കെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂടാതെ എന്നാലും റോഡിന് വീതി കുറവായതുകൊണ്ട് ഗതാഗതക്കുരുക്ക് ഒരു പ്രധാന പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം എന്ന നിലയിൽ അമ്പലത്തിൻ്റെ പിറകുവശത്തുകൂടെ ഒരു റോഡ് ടാർ ചെയ്ത് ഇപ്പോൾ നിലവിലുള്ള റോഡ് ഒന്ന് കുറച്ച് വീതി കൂട്ടി ടാർ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ വാഹന ഗതാഗതം കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് എം.എൽ.എക്ക് ഒരു നിവേദനം എന്ന നിലയിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ പരിശോധിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്ന് ബഹുമാനപ്പെട്ട എം.എൽ.എ. അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.